ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഫയൽ ചെയ്യും. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത്. ശ്രീകാന്ത്, എല്ലാവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അവരുടെ അഭിഭാഷകരുമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് അറസ്റ്റിലടക്കം നിർണായകമാവില്ലേ ശ്രീകാന്ത്? ഹഷ്മി, കൂട്ടയോട്ടം തുടങ്ങിയിരിക്കുന്നു ജാമ്യത്തിന് വേണ്ടി എന്ന് വേണം പറയേണ്ടത്. കാരണം ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് നടൻ മുകേഷ് ഇപ്പോൾ അഭിഭാഷകനുമായി കൊച്ചിയിൽ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മറ്റൊരാൾ നടൻ സിദ്ദിഖ്, അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഹൈക്കോടതിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ചില അഭിഭാഷകരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ചില ഉപദേശം, അത് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് പോയാൽ മതിയാകും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു തീരുമാനമെടുക്കാനുള്ളത്. ബലാത്സംഗ കേസായതിനാൽ ഹൈക്കോടതിയിലേക്ക് നേരിട്ട് പോയി അത് തള്ളിയാൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് ഒഴിവാക്കാൻ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും പോയി അവിടെ നിന്നും തള്ളി നേരെ ഹൈക്കോടതിയിലേക്ക് പോവുക എന്നൊരു തന്ത്രം ഒരുപക്ഷേ നടൻ സിദ്ദിഖ് പ്രയോഗിച്ചേക്കാം. എന്തായാലും അക്കാര്യത്തിൽ മാത്രമേ ഇനി ഒരു അന്തിമ തീരുമാനമെടുക്കാനുള്ളൂ. കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് നീങ്ങാൻ ഇവരെല്ലാം തീരുമാനിച്ചിരിക്കുന്നു. അഭിഭാഷകരുമായി തിരക്കിട്ട ചർച്ച ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിയും. ഓക്കെ, അപ്പോൾ മുൻകൂർ ജാമ്യമായി പ്രധാനപ്പെട്ട താരങ്ങളും നേതാവ് എം മുകേഷ് ഇപ്പം അഭിഭാഷകരുമായി ചർച്ച നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എം മുകേഷ് അടക്കം അത്തരത്തിലൊരു ലീഗൽ റെമഡി തേടുമോ എന്നറിയില്ല. ലീഗൽ റെമഡി തേടിയാൽ കോടതിയിൽ എന്താകും ഇത്ര ഗുരുതര ആരോപണത്തിൽ ആ മുൻകൂർ ജാമ്യത്തിൽ കോടതിയുടെ നിലപാട് എന്നതടക്കം ശ്രദ്ധേയവും പ്രധാനവുമാണ്.